എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പൈസ വേണം. എന്തിനാ? ഏതിനാന്ന് ചോദിച്ചാൽ മാത്രമേ തരത്തുള്ളൂ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എടുക്കാം. ഇനി എന്താ അമൃതന്റെ? ATM പൈസ എടുക്കാൻ പോലും അറിയില്ലേ? പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങിപ്പോ, ഞാൻ എടുത്തോളാം. ATM കയറി പൈസ എടുക്കാറില്ല, ആദ്യം ഇവിടെ പറഞ്ഞാൽ പറ്റുന്നോ? കാർഡ് പൊക്കിക്കൊണ്ട് പോയേക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ATM പോലും ഉപയോഗിക്കാറിയാത്തവരുണ്ടോ? കഷ്ടം. എടി, ഇത് എന്തിന്റെ പേപ്പറാന്ന് നോക്കിയേ. ഓ, ഇത് LIC ആണ്. ചേട്ടന് മനസ്സിലായില്ലേ? LIC ആണെന്ന് മനസ്സിലായി, പക്ഷെ അതിന്റെ അടിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. ഓ, ഇത് റിന്യൂ ചെയ്യണതിന്റെ കാര്യം പറഞ്ഞിട്ടേ അയച്ചേക്കണാണ്. ഒന്ന് അവരുടെ ഏജന്റിനെ ഒന്ന് വിളിച്ചാൽ മതി. അല്ല, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതുപോലും മനസ്സിലാക്കാൻ പറ്റണില്ലേ? അത് പിന്നെ ശരിക്കും അങ്ങോട്ട് പറ്റണില്ല. ഇതൊന്നും വായിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയല്ലേ? അല്ല, ഇതിന് ഒന്നും മനസ്സിലാവുന്നില്ല ഇത്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ 7ാം ക്ലാസ് വരെ പോയതല്ലേ. ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ എനിക്കറിയാം, പക്ഷെ അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയായാലും കഷ്ടമല്ലേ? ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണ്. പണ്ട് കല്യാണത്തിന് മുന്നേ കല്യാണം ഉറപ്പിച്ച സമയത്തൊക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലെ ചേട്ടൻ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു രസത്തിൽ അയക്കുകയായിരിക്കും, വെറുതെ അയക്കുകയായിരിക്കുന്നു. പക്ഷേ ഇത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അയക്കാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തൊരു അവസ്ഥയാണ്. കണ്ടോ അമ്മേ, ഈ നോട്ടീസിൽ ഇംഗ്ലീഷ് ഒട്ടും ചേട്ടന് വായിക്കാൻ കിട്ടുന്നില്ലാന്ന്. എന്തൊരു അവസ്ഥയല്ലേ? ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. നാളെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഒരു ആവശ്യത്തിനൊക്കെ പോകുമ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. എൻ്റെ വിധി. എടി, നെറ്റ് കിട്ടുന്നില്ല. മേളിൽ 100 എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് ഡെയിലി ഡാറ്റ ലിമിറ്റ് തീർന്നതിൻ്റെയാണ് കാണിച്ചതാണ്. അത് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? എല്ലാം ഇത് എന്നോട് ചോദിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അല്ല, ചേട്ടൻ്റെ എത്ര നാളായി ഫോണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ട് ഇതൊന്നും മനസ്സിലാവാൻ തുടങ്ങിയില്ലേ? എനിക്കൊരു ചെറിയ ഫോണായിരുന്നു ഞാൻ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ഈ അമർത്തുന്നത് 6 മാസത്തിന് മുമ്പാണ് ഇത് മേടിച്ചത്. കല്യാണമായിട്ട് എൻ്റെ ചെറിയ പെങ്ങളാണ് എനിക്കിത് മേടിച്ചു തന്നത്. എനിക്കിപ്പോഴും ഇതൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? അല്ല, പക്ഷെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇപ്പോഴും ഇല്ലല്ലോ. അയ്യോ, എനിക്കതൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും പിടിച്ച് അമർത്തിയിട്ട് എന്തെങ്കിലും പറ്റിയാലോ, അതുകൊണ്ട് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് ചേട്ടൻ്റെ പ്രായത്തിൽ ഇങ്ങനെ ഫോർവേഡായിട്ട് ജീവിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അതുപോലെ ചേട്ടൻ മനസ്സിലാവുന്നില്ല. ദൈവമേ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് എനിക്ക് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ അറിവും കൂടി ഇല്ലാണ്ടാവുന്നത്. ചേട്ടാ, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. കാലത്തിനനുസരിച്ച് മാറണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ, അങ്ങനെ ആരോ വന്നെന്ന് തോന്നുന്നു. എൻ്റെ ദൈവം, ഇത്രയ്ക്ക് പൊട്ടനായിരുന്നോ? മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ഞാനിത് ചെയ്യുമോ? എൻ്റെ ദൈവമേ, ഇത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അമ്മ, ചേട്ടാ, അടുത്ത മാസേ എൻ്റെ കോളേജിൽ പഠിച്ച പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു റീയൂണിയൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ന്യൂലി മാരീഡ് ആയതുകൊണ്ട് നമ്മളെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. പോണോ കേട്ടോ? ഓ, അതിനൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? പിന്നല്ലാതെ എന്തായാലും പോകണം. പിന്നെ ഒന്നാമത് ഞാൻ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ആരെയും കണ്ടിട്ടില്ല. എല്ലാവരോടും ഒന്നും കാണാൻ പറ്റുന്ന ഒരു അവസരം. എന്തായാലും പോകണം. നീ വേണേ പോയിക്കോ, ഞാനില്ല. എനിക്ക് മടി ഇതിനൊക്കെ പോവാൻ. ചേട്ടൻ എന്തീ പറയണേ? നമ്മളെ രണ്ടുപേരും ഒരുമിച്ചാണ് വിളിച്ചേക്കണേ. അതിന് ഞാൻ മാത്രം പോയാൽ ശരിയാവില്ല. നിന്നോട് പോണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വരാൻ താല്പര്യമില്ല, അത്ര തന്നെ. അങ്ങനെ പറയില്ലടാ, മോൾ അത്ര ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതല്ലേ. നീ ഒന്ന് പോയിട്ട് വാ. അമ്മയ്ക്കുള്ള ബോധം പോലും നിൽക്കില്ലല്ലോ. ഇത്രയ്ക്ക് ബോധം വിവരമില്ലാത്ത ഒരാളുടെ കൂടെയുള്ള ദൈവം ഞാൻ ഇനി ജീവിക്കട്ടെ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇന്നത്തെ കാലത്തിനകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? പഠിപ്പ് വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കാണിക്കില്ല. കുറച്ചിങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ 4 ആളുടെ പൊന്നിച്ചൊന്ന് സംസാരിക്കാനും അവരോടൊക്കെ പെരുമാറാനും പറ്റും. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുരടിച്ച് ഇങ്ങനെ ഇരിക്കണം. കഷ്ടം തന്നെ. കണ്ടോടാ അവളുടെ അഹങ്കാരം കേട്ടോ. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടിക്കയറി വന്നിട്ട് അവളുടെ വർത്താനം പറഞ്ഞു കേട്ടില്ലേ? അവളുടെ നാക്കിൻ്റെ നീളം എന്താ? ഒന്നുമില്ലാണ്ട് കൈയും വീശി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണ് മഞ്ഞളിച്ചു. അവളുടെ വർത്താനം. അമ്മേ, അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾ പഠിപ്പും വിവരമുള്ളതല്ലേ, പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതല്ലേ. അവളുടെ കൂടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇംഗ്ലീഷ് പറയുമായിരിക്കും. എനിക്കാണെങ്കിൽ പറയാനും കിട്ടത്തില്ല.
പേടി കൊണ്ടാമേ. മാ വിഷമിക്കാതിരിക്കെ, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചില കാര്യങ്ങളെ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഡീ, നീ എന്ത് വർത്താനൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ട് വന്നത്? ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭർത്താവല്ലേ, അവനത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരുന്നെങ്കിലും മനസാക്ഷി നീ കാണിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ. എൻ്റെ കൂട്ടുകാരികളുടെ ഭർത്താക്കാരൊക്കെ എത്ര ഫോർവേഡാണ്. അവരുടെ രീതിയും പെരുമാറ്റവും കാണുമ്പോൾ ചേട്ടൻ, എനിക്ക് അവരുടെ മുന്നൊന്നും ചേട്ടൻ കൊണ്ടുപോകാൻ കൊള്ളില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ചോദിച്ചേ, അപ്പം അത് പറ്റില്ല. ഇതൊരു ഗതികേടാന്ന് ഞാൻ ആലോചിക്കണേ. കല്യാണത്തിന് മുമ്പ് എനിക്ക് അറിയായിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ പഠിപ്പില്ല, വിവരമില്ല എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല. ഗതികേടാണ് ദൈവമേ. നീ ഒന്ന് നിർത്തിക്കേ. നീ പറയുന്നതേ കേട്ടോണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവൻ്റെ അമ്മയാ. നീയൊക്കെ വിചാരിക്കുന്നോട്ട് അവൻ്റെ ഇഷ്ടം കൊണ്ട് പഠനം നിർത്തിയല്ല, ഗതികേട് കൊണ്ടാ. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിക്കണേ. അവൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടവും പ്രാരാബ്ദവും കൂടെ ഞാനും അവൻ്റെ 2 പെങ്ങന്മാരും ആയിരുന്നു അവൻ്റെ മുന്നിൽ. അവന് പഠനം നിർത്തുക എന്നുള്ളൊരു ഒറ്റ മാർഗ്ഗം അവൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കണ്ട പണിക്ക് മുഴുവൻ പോയിട്ടുണ്ട് എൻ്റെ മോൻ. അങ്ങനെ പോയി കഷ്ടപ്പെട്ട ഈ കാണുന്ന വീടും സ്ഥലവും ഇപ്പോൾ ഉള്ള സ്വത്തും അവൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചു തരാൻ. അവന് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു, എനിക്കറിയായിരുന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു എൻ്റെ മോൻ. എന്നിട്ട് അവന് നടക്കാണ്ട് പോയതാ. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാണ്ട് പോയൊരു മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെടുത്തുമ്പോൾ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നേ? നിന്നോടൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷെ നിന്റെ നാക്ക് അത് കൂടിപ്പോവാ. മേലാൽ ഇമാതിരി വർത്താനം പറയരുത് നീ.